ാണ് ആ അപകടം നടന്ന സ്ഥലത്തുണ്ട്. രഞ്ജിത്ത്, ഞാൻ അക്ഷയയിലേക്ക് പോകുന്നു. അക്ഷയ്, ഈ അവിടെ സ്പോട്ടിലുണ്ടോ? സ്പോട്ടിലുണ്ടായിരുന്നു. പ്രദേശവാസിയാണ്. ഇപ്പൊ എന്താണ് അവസ്ഥ? മണ്ണ് മൊത്തം മാറ്റിയോ? അതിന്റെ അടിയിൽ ഇനിയും ആരും അകപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ നമുക്ക്? ഉറപ്പാണ് സ്ഥിരീകരിക്കാൻ കഴിയില്ല. ആളുകൾ ഉണ്ടെന്നുള്ള ഒരു ധാരണയാണ്. ഹലോ, ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ജെ സി ബിയും കാര്യങ്ങളെല്ലാം പരിപൂർണമായിട്ടും ആളുടെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏകദേശം ഇപ്പൊ നാല് കുട്ടികൾ, 3 കുട്ടികൾ മരിച്ചിട്ടുണ്ട്. 2 കുട്ടികൾ സീരിയസ് ആയിട്ടുണ്ട്. 2 പേരല്ലാതെയുണ്ട്. നമ്മൾ ഈ കുട്ടികളെ പുറത്തെടുക്കുമ്പോൾ തന്നെ ജീവൻ നഷ്ടമായ സാഹചര്യമായിരുന്നു. അതെ. മണ്ണിൽ പറഞ്ഞ രീതിയിലായിരുന്നു 3 പേരെ എടുത്തപ്പോൾ തന്നെ. അതായത് വാഹനം ഇടിച്ചുണ്ടായ പ്രശ്നമാണോ അതോ മണ്ണ് വീണുണ്ടായതാണോ? മണ്ണ് അനധികൃതമായിട്ട് മണ്ണ് മാഫിയയുടെ ഒരു കേന്ദ്രമാണ് ഈ കൊട്ടാരക്കര നീലേശ്വരം എന്നൊക്കെ പറഞ്ഞത്. അവര് അനധികൃതമായിട്ട് മണ്ണ് എടുത്തുകൊണ്ട് പോയി വെളുപ്പിനെയൊക്കെ എടുത്തുകൊണ്ട് അതിനേത് സ്പീഡിൽ വന്ന് ഇടിച്ചു കയറിയതാണ്. നിരപരാധികളായിട്ടുള്ള ഏകദേശം ഒരു 4-5 ജീവൻ ഇപ്പം പൊലിഞ്ഞിട്ടുണ്ട്. ഈ 2 വളരെ ഗുരുതരമായി കിടക്കുകയാണ്. 3 പേർ ഓൾറെഡി മരിച്ചിട്ടുണ്ട്. 2 പേരുടെ നല്ല അതീവ ഗുരുതരമാണ്. കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലാണ് ഉള്ളത്. ഈ എങ്ങനെ അപകടം ഉണ്ടായതെന്ന് ആരെങ്കിലും എർത്ത് മണ്ണ് എടുത്ത് അവർ രാവിലെ ബസ് സ്റ്റോപ്പിലേക്ക് കുട്ടികൾ സ്കൂള് ട്യൂഷനൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ തൊഴിലെടുക്കാൻ വന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ വണ്ടി ഇറക്കുമായിരുന്നു. ടിപ്പർ ഓൾറെഡി ബ്രേക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അമിത സ്പീഡിലാണെന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ കണ്ടുകൊണ്ടിരുന്നവരൊക്കെ പറയുന്നത്. ഇറക്കത്തിൽ വരികയായിരുന്നു അല്ലേ? അതെ. തലനാരിഴയ്ക്കാണ് വേറെ കുറച്ചൊരു രക്ഷപ്പെട്ടത്. കാര്യം അങ്ങോട്ട് ഓടി മാറിയതാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോയതാണ് കുറച്ച് പേര്. കാര്യം അതിന്റെ കുറച്ച് കുട്ടികൾക്ക് ഇപ്പോഴും അവർ ഇവിടെ തന്നെ ഉണ്ട്. അവർക്ക് അതിന്റെ ഒരു ഇത് മാറിയിട്ടില്ല. ഞെട്ടലാണ് അവര്. സ്കൂൾ കുട്ടികൾ തന്നെ 10ലും വളരെ പഠിക്കാൻ കുട്ടികൾ 8ലും 9ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് മരിച്ചത് ഇപ്പോൾ. ഈ ഇറക്കം ഇറങ്ങി വന്നപ്പോൾ നിയന്ത്രണം തെറ്റിയെന്നാണോ അതോ ഒരു ബൈക്കുകാരനെ ഇടിക്കാതിരിക്കാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു എന്നൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ടായിരുന്നു? അല്ല, ബൈക്കുകാരനെ ഇരിക്കാതിരിക്കുന്നില്ല. ബൈക്ക് വളരെ സ്പീഡിലല്ലായിരുന്നു. അത് വളരെ നോർമലി വന്ന വണ്ടിയാണ്. അദ്ദേഹത്തെ ഇടിച്ച് ഇതിനകത്തോട്ട് കയറിയതാണ് ഇറങ്ങി. അപ്പൊ ലോറി ഭാഗത്തുണ്ടായ പ്രശ്നം തന്നെയാണ് പൂർണ്ണമായിട്ട് അപകടത്തിന് കാരണം. അതെ. ഇടിച്ചു നേരെ ഇടിച്ചു കയറുകയായിരുന്നോ അല്ലെങ്കിൽ നിയന്ത്രണം തെറ്റി മറിഞ്ഞു വീഴുകയായിരുന്നോ ലോറി കുട്ടികളുടെ നേരെ? നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മണ്ണോടുകൂടി പറഞ്ഞു പോയതാ. ഇടിച്ച് ഒരു സൈഡ് കൊണ്ടൊക്കെ പോയി. ലോഡ് വണ്ടിയായിരുന്നു. ചെറിയ എത്ര സമയം കൊണ്ട് ആ ലോറി ഉയർത്തി ഇവരെ പുറത്തെടുക്കാൻ സാധിച്ചു? എത്ര സമയം? ബാക്കി അപ്പോഴേ ഫയർഫോഴ്സും കാര്യങ്ങളും വന്നല്ലോ. ഒരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ രാവിലെ 7:15 കഴിഞ്ഞപ്പോഴാണ് സംഭവിച്ചത്. 1/4 മണിക്കൂർ കൊണ്ട് സംഭവം. ഇനിയിപ്പോൾ അവസാനഘട്ട പരിശോധന നടത്തിക്കൊണ്ടിരിക്കും. ഇനി ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഓക്കെ. താങ്ക് യു. എന്തായാലും നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്കുള്ളൊരു അപകടമാണ് അവിടെ സംഭവിച്ചത്. ഇതിലൊരു കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. അതിൽ അപകടത്തിൽപ്പെട്ടവരാരൊക്കെ എന്നുള്ളതൊക്കെ ആ കുടുംബാംഗങ്ങൾക്ക് ഉൾപ്പെടെ ആശങ്കയുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടുതൽ പറയുക പ്രയാസകരമാണ്. എങ്കിൽ പോലും ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ വരട്ടെ, അതിനെ കാത്തിരിക്കുകയാണ്. 2 കുട്ടികളുടെയെങ്കിലും അവസ്ഥ ഗുരുതരമാണെന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നു. പല കണക്കുകളാണ് അല്ലെങ്കിൽ പല വിവരങ്ങളാണ് ഈ നാട്ടുകാരിൽ തന്നെ പലരും പറയുന്നത്. അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നു. കാരണം എത്ര പേരാണ് ബസ് സ്റ്റോപ്പിൽ ഉള്ളത് എന്നുള്ളത് പോലും അവിടെ ആശയക്കുഴപ്പമുണ്ട്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ഈ ഇപ്പോൾ മെമ്പർ പറഞ്ഞതും മിനിസ്റ്റർ പറഞ്ഞതും ഈ പ്രദേശവാസികൾ പറയുന്നതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്, കണക്കുകളാണ്. അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണവും മരണത്തിൻ്റെ കാര്യവും ഒക്കെ. എന്നാലും അതിൽ വിവരം വരട്ടെ. അതിൻ്റെ അപ്പുറത്തേക്ക് പൂർണ്ണമായും ആ ലോറിയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്ന് കരുതേണ്ടി വരും എല്ലാവരുടെയും വിവരങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ. അതെ എൽദോ, അത്തരത്തിൽ വേണം ഇതിനെ വിലയിരുത്താൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോറി പൂർണ്ണമായും മണ്ണ് കയറ്റി വന്ന ലോറിയാണ്. അത് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികളടക്കം പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അമിത വേഗതയിലാണ് ആ ലോറി വന്നത്. തുടർന്ന് ഒരു 3 വളവുകൾ ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊട്ടാരക്കരയിലെ നീലേശ്വരം എന്ന സ്ഥലമാണ്. അവിടെ നേരത്തെ തന്നെ ഇത്തരത്തിൽ രാവിലെ ഒരുപാട് ലോറികൾ ഇത്തരത്തിൽ കുതിച്ചു പായുന്നതൊക്കെ വലിയ പരാതിയായി നാട്ടുകാർ
പോലീസിനെയും അവിടുത്തെ ഭരണ സംവിധാനത്തെയൊക്കെ ബോധ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ പലവിധ രാഷ്ട്രീയ സ്വാധീനത്താലും അതൊന്നും ഉണ്ടാവാറില്ല. അവരെ ഒന്നും തടയാനുള്ള ശ്രമങ്ങളൊന്നും നടത്താറില്ല. നേരത്തെ ഒരു സ്ഥലവാസി പറഞ്ഞതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി മാറുന്നതിന് മുൻപ് ലോഡുകൾ പൂർണ്ണമായും അതാത് സ്ഥലങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യം ഈ ലോറി ഉടമകൾക്ക് ഡ്രൈവർമാർക്കുണ്ട്. അതിനാൽ വളരെ വേഗത്തിലായിരിക്കും ഈ ലോറി ഇങ്ങനെ കടന്നു പോവുക. അങ്ങനെ ഉണ്ടായ ഒരു സ്ഥലം ഈ 3 കൂടുന്ന ഒരു കവലയ്ക്ക് സമീപം ബസ് സ്റ്റോപ്പിനോട് ചേർന്നുള്ള മതിലിൻ്റെ സമീപത്ത് നിന്ന 10ഓളം ആളുകൾ അവരുടെ മേലേക്ക് ഈ ലോറി അങ്ങനെ മറിഞ്ഞ് വീഴുകയായിരുന്നു. അതോടുകൂടി ലോറിക്ക് ഉണ്ടായിരുന്ന മണ്ണ് പൂർണ്ണമായും ഈ ബസ് കാത്തുനിന്ന ആളുകളുടെ ദേഹത്തേക്ക് വീഴുന്നു. സമീപത്തുള്ള മതിലും തകർന്നു വീഴുന്നു. ആ സമീപത്ത് അതിനോട് ചേർന്നുള്ള കെട്ടിടം അതിൻ്റെ മോൾഭാഗവും തകർന്നു വീഴുന്നു. അങ്ങനെ പൂർണ്ണമായും രഞ്ജിത്ത്, മുൻ മുനിസിപ്പൽ ചെയർമാൻ, കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ SR രമേശ് ടെലിഫോണിലുണ്ട്. ശ്രീ രമേശ്, ഒരു വ്യക്തത വരുന്നുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്ര പേരുണ്ട് നിലവിൽ? അവിടെ എത്ര പേരാണ് മരിച്ച നിലയിലെത്തിച്ചത്? കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ 3 പേര് മരിച്ച 3 പേരുടെ ബോഡി മോർച്ചറിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലൊരു വിദ്യാർത്ഥികളാണോ? ഒരു കുട്ടിയുണ്ട്. ഒരു കുട്ടിയാണ്. 2 പേർ മുതിർന്നവരാണ്. ഒരു കുട്ടി 2 മുതിർന്ന യാത്രക്കാരാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് നല്ല നിലയിൽ പരിക്കേറ്റിട്ടുണ്ട്. ബാക്കി 2-3 പേരെ കൊല്ലം മെഡിസിറ്റി കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. 3 പേരെ രക്ഷാപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു ബോഡി കൂടി ഉണ്ടെന്നുള്ളതാണ് അനുമാനിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ എത്തിച്ചത് 6 പേരെയാണ്. 6 പേരാ. അതിൽ 3 പേര് മരിച്ചിട്ടുണ്ട്. 3 പേര് മരിച്ചു. 3 പേരെ കൂടുതൽ ചികിത്സയ്ക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ടിപ്പർ ഡ്രൈവർ അടക്കം പെടും. ഒരു ബോഡി ഒരാൾ കൂടി ഉണ്ടെന്നുള്ളതാണ് തോന്നുന്നത്. അതിന്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ പരിക്കേറ്റ അവസ്ഥയിൽ കൊണ്ടുവന്നവരുടെ സാഹചര്യം എന്താണ്? അവരുടെ ഗുരുതരമാണോ പരിക്കുകൾ? ഗുരുതരം. അവർക്ക് നല്ല ഗുരുതരമായ പരിക്കാണുള്ളത്. 3 പേർക്കും? ടിപ്പർ ലോറി ഡ്രൈവർക്ക് ഉൾപ്പെടെ ടിപ്പർ ലോറി നല്ല പരിക്കാണ്. നല്ല പരിക്ക്, കാര്യമായി പരിക്കേറ്റു. ഓക്കെ, ഇത് ഈ അപകടം എങ്ങനെ നടന്നു എന്നുള്ളതിൽ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ താങ്കൾക്ക്? അപകടം നടന്നത് ഒരു മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറിയാണ്. ഒരു വളവ് തിരിഞ്ഞപ്പോ മറിഞ്ഞൊരു വീടിന്റെ മതിലൊക്കെ ഇടിച്ച് അവിടെ ആ മതിലിനോട് ചേർന്നാണ് യാത്രക്കാർ നിന്നത്, ബസ്സുകാർക്ക്. അപ്പൊ അവരോടൊക്കെ ആ മണ്ണിടിയിൽ പെട്ടുപോയി. ഓക്കെ, അങ്ങനെയാണല്ലേ? ഓക്കെ. ശരി. ശ്രീ രമേശ് സൂചിപ്പിച്ചതുപോലെ 3 പേരുടെ മരണം അവിടെ സ്ഥിരീകരിക്കുന്നുണ്ട്. 3 പേരാണ് താലൂക്ക് ആശുപത്രിയിൽ. 3 മൃതദേഹങ്ങൾ അവിടെ മോർച്ചറിയിലേക്ക് മാറ്റിയെന്നാണ് പറയുന്നത്. 3 മൃതദേഹങ്ങൾ, അതിൽ 1 വിദ്യാർത്ഥിയുടേതാണ്. 2 യാത്രക്കാരായിട്ടുള്ള ബസ് കാത്തു നിന്നവരാണെന്ന് വേണം അനുമാനിക്കാൻ. 3 പേരാണ് മരിച്ചത്. അതിൽ 2 പേർ മുതിർന്നവരാണ്. ഒരാളാണ് വിദ്യാർത്ഥി, സ്കൂളിൽ പോകാൻ നിന്ന കുട്ടി. ആ കുട്ടിയുടെ സാഹചര്യം മോശമായിട്ട് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ പരിക്കേറ്റുവെന്നും ശ്രീ രമേശ് പറയുന്നു. 3 പേരുടെ നില ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിൽ അവരെ കൊല്ലത്തെ മെഡിസിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, വിദഗ്ധ ചികിത്സയ്ക്കായി, ലോറി ഡ്രൈവർ ഉൾപ്പെടെ. അപ്പോൾ 6 പേരാണ് നിലവിൽ കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇനി മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് നേരിട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ടോ? രഞ്ജിത്ത്, അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? അവിടെ നിന്ന് നേരെ താലൂക്ക് ആശുപത്രിയിലേക്ക് തന്നെ എത്തിക്കാനല്ലേ എളുപ്പം? തൊട്ടടുത്തുള്ളത് കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രി തന്നെയാണ്. പക്ഷേ സമീപത്ത് ചില ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ, ചെറിയ സ്വകാര്യ ആശുപത്രികളുണ്ട്. നല്ല ചികിത്സ വേണ്ട ആശുപത്രികളൊക്കെ ഉള്ളത് കൊല്ലത്താണ്. മെഡിസിറ്റി പോലെയുള്ള ആശുപത്രികൾ കൊല്ലത്താണ്. അങ്ങനെ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് 2 പേരെ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ പരിക്കേറ്റവരുടെ നിലയും ഗുരുതരമാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വിടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിപ്പർ ഡ്രൈവറുടെ അവസ്ഥയും ഗുരുതരമാണ് എന്ന് നേരത്തെ നാട്ടുകാർ പറഞ്ഞിരുന്നു. ടിപ്പറിൻ്റെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മുൻവശം പൂർണ്ണമായും തകർന്ന സാഹചര്യമാണ് മറിഞ്ഞതിനെ തുടർന്ന്. അതോടുകൂടി ടിപ്പർ ഡ്രൈവറും അതിലുണ്ടായിരുന്നു. മറ്റ് എത്ര പേർ ഇതിനിടയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് എൽദോ. കാരണം നാട്ടുകാർ പറയുന്നതനുസരിച്ച് 10ഓളം ആളുകൾ എന്നാണ്. പക്ഷേ ചിലർ 8 പേർ ഉണ്ടാകും എന്ന് പറയുന്നു. കൂടുതൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. ലോറിയിൽ ഒപ്പം ഈ ടിപ്പർ ഡ്രൈവർക്കൊപ്പം ക്ലീനറോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലും നമുക്കൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വളരെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകാൻ അല്പസമയം കൂടി
എടുക്കും. ഇപ്പോൾ JCB അടക്കം ഉപയോഗിച്ചാണ് തെരച്ചിൽ തുടരുന്നത്. വളരെ സാവധാനമാണ്. കാരണം മണ്ണ് മാറ്റുക, അല്ലെങ്കിൽ മണ്ണിനടിയിൽ ആരെങ്കിലും ജീവനോടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുക എന്നുള്ളൊരു ഭഗീരഥ പ്രയത്നം കൂടി ഇതിനോടൊപ്പം നടത്തേണ്ടി വരും. അതിൻ്റെ ഭാഗമായി വളരെ സാവധാനമാണ് ഇപ്പോൾ മണ്ണ് മാറ്റി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ അല്പം കൂടി വ്യക്തത വരേണ്ടതുണ്ട്. പല മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങൾ അറ്റ നിലയിൽ കൂടിയായിരുന്നു. കുഞ്ഞുങ്ങളുടെയൊക്കെ അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ അതിദാരുണവും ദയനീയമായ അത്തരം കാഴ്ചകൾ കൂടി ഈ രക്ഷാപ്രവർത്തകർ കാണുകയും മറ്റും ചെയ്തു. ഹൃദയഭേദകമായ ഒരുപാട് രംഗങ്ങൾ കൂടിയാണ് ഈ കൊട്ടാരക്കരയിലെ നീലേശ്വരം എന്ന സ്ഥലം സാക്ഷ്യം വഹിച്ചത്. ഏതായാലും ഇതൊരു വല്ലാത്ത അനാസ്ഥ തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഇത്തരം ദുരന്തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ കുറച്ചുനാൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുകയും പിന്നീട് ഗതാഗത വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പൊക്കെ ഇടപെട്ട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ടിപ്പർ ലോറികൾക്കടക്കം റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുകയും ചെയ്യും. അത് പിന്നീട് ഈ പ്രശ്നം അവസാനിക്കുമ്പോൾ വീണ്ടും അവർ അനസ്യൂതം അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. സമാനമായി തന്നെ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഈ കുഞ്ഞുങ്ങളൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് വളരെ വേഗതയിൽ ഈ നാട്ടിൽ കൂടി കുതിച്ചു പായുന്ന ടിപ്പറുകൾ, ഈ നാട്ടിൽ മാത്രമല്ല നമുക്കറിയാം പല സ്ഥലങ്ങളിലും സമാനമായി തന്നെ സംഭവിക്കാറുണ്ട്. പക്ഷേ അവയൊന്നും നിയന്ത്രിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഇത്തരം ദുരന്തങ്ങളുടെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും വളരെ ദാരുണമായ, വളരെ ഹൃദയഭേദകമായ ഒരു അപകടം എന്ന് വേണം കരുതാൻ. മരിച്ചത് കൂടുതലും കുഞ്ഞുങ്ങളാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. കുഞ്ഞുങ്ങൾ അവർ ആ യൂണിഫോം, വിവിധ സ്കൂളുകളിലെ യൂണിഫോമുകൾ ധരിച്ച് നിന്നിരുന്ന കുഞ്ഞുങ്ങളാണ്. അവർ ആരൊക്കെ ഏതൊക്കെ സ്കൂളുകൾ എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു വ്യക്തത വരണമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും വളരെ ദാരുണമായ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു എൽദോ. ഇപ്പോൾ ഈ കൊട്ടാരക്കര നീലേശ്വരത്ത് കൂടുതൽ പരിക്കേറ്റ ആളുകളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മറ്റുമാണ് മാറ്റിയിരിക്കുന്നത്. കുറച്ച് രണ്ട് പേർ ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലുണ്ട്. 3 മൃതദേഹങ്ങൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഉണ്ട് എന്ന വിവരങ്ങൾ കൂടി നമ്മൾ ലഭ്യമാകുന്നുണ്ട്. മണ്ണിനടിയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നറിയുക എന്നുള്ളതാണ് ഭഗീരഥ പ്രയത്നം. അതിനുള്ള ശ്രമത്തിലാണിപ്പോൾ രക്ഷാപ്രവർത്തകർ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇത് വലിയൊരു ദുരന്തമായി മാറുന്നു. രാവിലെ സ്കൂളിൽ പോകാനായി യൂണിഫോമും ബാഗും ഒക്കെയായി ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും അതീവ ഗൗരവതരമായ ഒരു സംഭവമായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗതാഗതം വളരെ സ്പീഡിൽ ഓടിച്ച ഒരു ലോറി അത് ഒരു ബൈക്കിനെ വെട്ടിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ മറിയുന്നു. അതിനെ തുടർന്നാണ് ഇത്തരം അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മണ്ണ് റോഡിലേക്ക് വീണാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.